സിയോന്റെ കുഞ്ഞുങ്ങൾ പാപത്തിൻ പെരുവഴിയിൽ മയങ്ങുമ്പോൾ കണ്ണീരൊഴുക്കാതെ ഞാനെങ്ങനെ ഉറങ്ങും? ഓർസ്ലേമിൻ മതിലുകൾ പാപത്തിൻ പ്രകമ്പനത്തിൽ തകരുമ്പോൾ കണ്ണീരൊഴുക്കാതെ ഞാനെങ്ങനെ ഉറങ്ങും? സിയോന്റെ കുഞ്ഞുങ്ങൾ പാപത്തിൻ പെരുവഴിയിൽ മയങ്ങുമ്പോൾ കണ്ണീരൊഴുക്കാതെ ഞാനെങ്ങനെ ഉറങ്ങും? ആത്മാക്കളെ തരിക, എന്റെ സർവ്വവുമെടുത്തുകൊള്ളുക. ആത്മാക്കളെ തരിക, എന്റെ സർവ്വവുമെടുത്തുകൊള്ളുക. ആത്മാക്കളെ തരിക, എന്റെ സർവ്വവുമെടുത്തുകൊള്ളുക. ആത്മാക്കളെ തരിക, എന്റെ സർവ്വവുമെടുത്തുകൊള്ളുക. ക്രിസ്തുവിന്റെ പീഡകളിൽ കുറവുണ്ടോ? ക്രിസ്തു ശിരസാണ്, കർത്താവ് നമ്മൾ അവയവങ്ങളും. പിതാവ് കുറച്ച് കുറവ് വെച്ചിട്ടുണ്ട്. ഇതിനെന്നറിയാവോ? നമ്മളും കൂടെ കൂടണം. സഹനം കാഴ്ചവെക്കുന്ന പ്രേക്ഷിത വേല സ്വർഗത്തിലെ പ്രതിഫലം വർദ്ധിക്കും. പിതാവ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, നമ്മുടെ സഹനം യേശുവിന്റെ സഹനത്തോട് ചേർത്ത് കാഴ്ചവെച്ച് കോടാനുകോടികൾക്ക് സൗഖ്യവും വിടുതലും. നമുക്കറിയാം, വിശുദ്ധ കൊത്രേസ്യ പുണ്യവതി, വിശുദ്ധ അൽഫോൻസാമ്മ, ഇവരുടെ അടുത്തേക്ക് ജനലക്ഷങ്ങൾ പോവുകയാണ് സൗകര്യത്തിലേക്ക്. ഞാനൊരിക്കല് ഞങ്ങൾ വിദേശയാത്രയ്ക്ക് പോകുന്നതിന് മുമ്പ് ഭരണങ്ങാനത്ത് സൗകര്യം കിട്ടിയാൽ പോയി പ്രാർത്ഥിക്കും. അപ്പൊ അവിടെ ചെന്നപ്പോ എന്റെ മലബാറിലുള്ള കോടഞ്ചേരി പള്ളി പണിയിച്ച മണ്ണൂരാനച്ചനും, അപ്പൊ അദ്ദേഹം അന്ന് രൂപതാ പ്രൊക്കറ്റാണ്, റെമീജിയസ് പിതാവും കൂടെ ബലിയർപ്പിക്കുന്നു. എനിക്ക് വലിയ സന്തോഷമായി. ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ ഓടിച്ചെന്നു, എന്താ നിങ്ങൾ രണ്ടുപേരും കൂടെ വന്നിരിക്കുന്നത്? അപ്പം അച്ഛൻ പറഞ്ഞു, എനിക്ക് ബോൺ ക്യാൻസർ കണ്ടുപിടിച്ചു. അപ്പോ ബിഷപ്പ് പറഞ്ഞു, മറ്റൊരു ഡോക്ടറെ കൊണ്ട് പരിശോധിപ്പിച്ചിട്ട് മറ്റൊരു സ്ഥലത്ത് കൂടെ ചെക്കപ്പ് നടത്തിയിട്ട് മരുന്ന് കഴിച്ചാൽ മതി. അപ്പൊ ഞാനൊരു നേർച്ച നടന്നു, സുഖപ്പെട്ടാലും ഇല്ലെങ്കിലും ഭരണങ്ങാനത്ത് പോയൊരു കുർബാന ചെല്ലും. അടുത്ത മെഡിക്കൽ ചെക്കപ്പിൽ ബോൺ ക്യാൻസർ ഇല്ല. നന്ദി പറയാൻ വന്നതാ. പ്രൈസ് ദി ലോർഡ്. ഇത് എവിടുന്ന് വരുന്നു ഈ അത്ഭുതം? ജീവിതകാലത്തുണ്ടായ സഹനം പരാതി കൂടാതെ സന്തോഷത്തോടെ സ്വീകരിച്ചു. യേശുവിന്റെ സഹനത്തോട് ചേർത്ത് സ്വീകരിക്കുമ്പോൾ അനന്തയോഗ്യത, നമ്മുടെ യോഗ്യതയല്ല, യേശുവിന്റെ അനന്തയോഗ്യതയോട് നമ്മളെ തന്നെ ചേർത്ത് വെക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. ഇനി നിങ്ങള് സങ്കീർത്തനം 110:1-3 ഒരിക്കൽ കൂടി എടുക്കണം. പിതാവായ ദൈവം മരിച്ചുയർത്ത യേശുവിനോട് പറഞ്ഞു, നീ എന്റെ വലത്തു ഭാഗത്തിരിക്കുക. അത് പറഞ്ഞാ പോരെ? എന്തിനാ ബൈബിളിൽ എഴുതി വെക്കുന്നത്? അതെന്തിനാ പറഞ്ഞാ പോരെ? ബൈബിളിൽ എന്തിനാ എഴുതി വെക്കുന്നത്? എഴുതപ്പെട്ടതെല്ലാം നമുക്ക് വേണ്ടി എഴുതപ്പെട്ടതാണ്. പിതാവായ ദൈവം നമ്മളോട് അരുളി ചെയ്തു എന്ന് നമ്മൾ വായിക്കണം. ശുശ്രൂഷകരായ നമ്മളോട് എന്താ പറയുന്നത്? നീ എന്റെ വലത്തു ഭാഗത്തിരുന്ന് മധ്യസ്ഥം വഹിക്കുക. യേശുവിന്റെ മധ്യസ്ഥ പ്രാർത്ഥനയോട് ചേർന്ന് 2000 കൊല്ലമായിട്ട് യേശു മധ്യസ്ഥം വഹിച്ച് പാപമോചനവും പരിശുദ്ധാത്മാവിന്റെ ദാനവും അയക്കുന്ന ആ പ്രാർത്ഥനയോട് ചേർന്ന് നീ മധ്യസ്ഥം വഹിക്കണം. അപ്പോള് നിന്റെ എതിരാളികൾക്ക് പാപമോചനം കിട്ടും, പരിശുദ്ധാത്മാവിനെ കിട്ടും, അവർ നല്ലവരാകും.
പ്രൈസ് ദി ലോർഡ്. അവരുടെ പൈശാചിക പീഡ മാറിപ്പോകും. പ്രൈസ് ദി ലോർഡ്. അടുത്ത വചനം വായിച്ചേ. ഹല്ലേലൂയ. ഒരാൾ മൈക്കിൽ കൂടെ വായിക്കാവോ? സങ്കീർത്തനം 110:2. നീ മധ്യസ്ഥം വഹിച്ചിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനേകായിരങ്ങൾക്ക്, അനേക ലക്ഷങ്ങൾക്ക്, ഒരു 1,00,000 10,00,000 ഭീകരപ്രവർത്തകർക്ക്, അതുപോലെ തന്നെ തെറ്റായ മ്ലേച്ഛമായ സിനിമയൊക്കെ ഉണ്ടാക്കി, പരസ്യങ്ങളുണ്ടാക്കി ലോകത്തെ വഴിപിഴപ്പിക്കുന്നു പണം ഉണ്ടാക്കാൻ വേണ്ടി, തെറ്റായ രീതിയിൽ പണം ഉണ്ടാക്കാൻ വേണ്ടി. അവർക്കെല്ലാം വേണ്ടി നീ 1,00,000-നോ 10,00,000-നൊക്കെ എഴുതി വെച്ച് 5 ലക്ഷം കുർബാനയും 50 കോടി കൊന്തയൊക്കെ കാഴ്ചവെച്ച് ഇങ്ങനെ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് സിയോനിൽ നിന്ന്, ദൈവത്തിന്റെ ഭവനത്തിൽ നിന്ന് തന്റെ അധികാരത്തിന്റെ ചെങ്കോലയക്കും. മിറക്കിൾ വർക്കിംഗ് പവർ, രോഗശാന്തി വരം, അത്ഭുത പ്രവർത്തന വരം, പിശാചുക്കളുടെ മേൽ അധികാരം, പ്രവചന വരം, ദർശന വരം, സന്ദേശ വരം. ഇത് ആർക്കാ കൊടുക്കുന്നത്? അനേകരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നവർക്കാണ് ഈ വരദാനങ്ങളെല്ലാം ദൈവം സ്വർഗസിംഹാസനത്തിൽ നിന്ന് അയച്ചു കൊടുക്കുന്നത്. അനേകായിരങ്ങൾക്ക് വേണ്ടി, അനേക ലക്ഷങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുമ്പോൾ ദൈവം തന്റെ സിംഹാസനത്തിൽ നിന്ന് നിന്റെ അധികാരത്തിന്റെ ചെങ്കോൾ. അപ്പോ ദൈവം പറയാണ്, ഇതാ നിനക്ക് മിറക്കിൾ വർക്കിംഗ് പവർ, അത്ഭുത പ്രവർത്തന വരം, രോഗശാന്തി വരം, പ്രവചന വരം, സന്ദേശ വരമെല്ലാം ഞാൻ തരുന്നു. ഇത് കാണുമ്പോൾ നിന്റെ ശത്രുക്കൾ നിന്റെ അടുത്ത് വന്ന് ഞങ്ങൾക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കണം എന്ന് പറയും. ഞങ്ങൾക്കും നിങ്ങളുടെ സാന്നിധ്യം വേണമെന്ന് പറയും. ഞങ്ങൾക്കും ഒരു ഉപദേശം തരാവോ എന്ന് ചോദിക്കും. ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ പ്രവർത്തിക്കുന്നത് അവർ തിരിച്ചറിയാൻ തുടങ്ങും. അടുത്തത്, വിശുദ്ധ പർവ്വതത്തിലേക്ക് നീ സേനയെ നയിക്കുന്ന ദിവസം. നീ ഒരു കൺവെൻഷൻ ഒരുക്കുമ്പോഴത്തേക്കും ഇവരൊക്കെ ഓടി വരും, ഞങ്ങൾ സഹായിക്കാം, ഞങ്ങൾ സഹായിക്കാം, ഞങ്ങൾ സഹായിക്കാം. വിശുദ്ധ പർവ്വതത്തിലേക്ക് നീ സേനയെ നയിക്കുമ്പോൾ നിന്റെ ജനം മടി കൂടാതെ തങ്ങളെ തന്നെ നിനക്ക് സമർപ്പിക്കും. നിന്നിലൂടെ ദൈവത്തിന്റെ പ്രവൃത്തി അവർ കണ്ടു, അത്ഭുത പ്രവൃത്തി അവർ കണ്ടു. അതുകൊണ്ട് അവരെന്ത് ചെയ്യും? അവർ ഓടി വരും, ഞങ്ങൾ സഹായിക്കാം. പ്രൈസ് ദി ലോർഡ്. അടുത്തത്, ഉഷസിന്റെ ഉദരത്തിൽ നിന്ന് മഞ്ഞെന്നതുപോലെ യുവാക്കൾ നിന്റെ അടുത്തേക്ക് വരും. അധികാലത്ത് പ്രഭാതമാവുമ്പോഴത്തേക്കും എല്ലായിടത്തും മഞ്ഞുണ്ട്, അതുപോലെ യുവജനങ്ങൾ ഓടി വരും, ഞങ്ങളും സഹായിക്കാം, ഞങ്ങൾക്കും എന്തെങ്കിലും ശുശ്രൂഷ വേണം. എപ്പോഴാണ്? നീ മധ്യസ്ഥം വഹിച്ച് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പാപമോചനവും പരിശുദ്ധാത്മദാനവും വാങ്ങിച്ചു കൊടുക്കുമ്പോൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇങ്ങനെ വരദാനങ്ങൾ ലഭിച്ച നീ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ശുശ്രൂഷയുടെ ഉടമസ്ഥയാകും. 4-ാം വചനം, കർത്താവ് ശപഥം ചെയ്തു പറഞ്ഞു, മെൽക്കീസദേക്കിനെ പോലെ നീ എന്നേക്കും എന്റെ പുരോഹിതനാകുന്നു, എന്റെ സമർപ്പിതയാകുന്നു, എന്റെ ശുശ്രൂഷകനാകുന്നു. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ശുശ്രൂഷകനായി നിനക്ക് അഭിഷേകം കിട്ടും. അതിന് അടിവേര്, അടിസ്ഥാന പ്രാർത്ഥന, മധ്യസ്ഥ പ്രാർത്ഥന, സ്നേഹത്തോടെ, വിശ്വാസത്തോടെ. എന്ത് വിശ്വാസം? യേശുവിന്റെ അനന്ത സ്നേഹം, കുരിശുമരണത്തിന്റെ അനന്ത യോഗ്യത. ഈ വിശ്വാസം വേണം. അത് ഇടയ്ക്കിടയ്ക്ക് ഏറ്റു പറയുകയും വേണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ലോകത്തിന്റെ അതിർത്തികളിലേക്ക് പോകാൻ നമുക്ക് സാധിക്കുമോ? മധ്യസ്ഥ പ്രാർത്ഥന വഴി പോകാൻ സാധിക്കും. എല്ലാ രാജ്യങ്ങളിലേക്കും പോകാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. അമേരിക്കയിൽ എല്ലാ കൊല്ലവും ധ്യാനിപ്പിക്കാൻ പോകുന്നതുകൊണ്ട് അമേരിക്കയില് 50,000 ഭരണകർത്താക്കൾ നമ്പർ പറഞ്ഞ് പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. 100 സെനറ്റേഴ്സ് ഉണ്ട് ഇവിടെ, പാർലമെന്റ് അംഗങ്ങൾ പോലെ. 50 ഗവർണേഴ്സ് ഉണ്ട്, അത് എടുത്തു പറഞ്ഞ് പ്രാർത്ഥിക്കും. എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കാൻ സാധിക്കാറില്ലെന്നും പറയുന്നു. കാരണം ഇന്ത്യയിലായിരിക്കുമ്പോൾ ഇന്ത്യയിലേക്ക് ശ്രദ്ധ കൂടുതൽ പോകും. ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാക്കന്മാര്, പ്രൈസ് ദി ലോർഡ്, ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും പേര് പറഞ്ഞ് 50,000 ലീഡേഴ്സ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. തിരക്ത കടലിൽ മുക്കണമേ, കഴുകണമേ, പരിശുദ്ധാത്മാവോട് നിറയ്ക്കണമേ. നമ്മൾ പറയുന്നത് പോലെ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ,
ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് സന്തോഷ് ഈ പുസ്തകം പരിചയപ്പെടുത്തിയിരുന്നു. കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു. അപ്പോ അത് 2 കൊല്ലം മുമ്പ് കോട്ടയിലെ 2 അച്ഛന്മാര് എന്നെ ഇന്റർവ്യൂ ചെയ്ത് ഞാൻ പറയുന്ന ഉത്തരം ടേപ്പിലെടുത്ത് അവര് തന്നെ പുസ്തകമാക്കിയതാണ്. ഇത് വായിക്കുന്നവരെല്ലാം പരിശുദ്ധാത്മാഭിഷേകം അനുഭവപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും തന്നെ. അപ്പൊ ഞാൻ അവരോട് പറയാറുണ്ട്, ആ വായിച്ച പേജുകളിൽ എന്തെങ്കിലും അടയാളം വേയിച്ചിട്ട് വീണ്ടും വായിക്കണം. നിങ്ങൾക്ക് കിട്ടേണ്ട അഭിഷേകം പൂർത്തിയാകുന്നതുവരെ ഇടയ്ക്കിടയ്ക്കൊന്ന് വായിച്ചോളുക. ഇത് ജപമാല ശക്തി എന്നൊരു പുസ്തകമാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചത്. എങ്കിലും അനേക വർഷത്തെ സഹനത്തിന്റെ വില കൊടുത്ത് എഴുതിയ പുസ്തകമാണ്. എന്തിനാണ് അമ്മയോട് പ്രാർത്ഥിക്കുന്നത് എന്നുള്ള പൈശാചിക പീഡ വർഷങ്ങൾ എന്നെ അലട്ടിയത് മൂലം 1992, 93, 94, 95 3 കൊല്ലം കൊന്തയല്ലാതെ നടന്നു. എന്തിനാ ഇത്ര നന്മ അറിഞ്ഞവരെയും ചെല്ലുന്നു? വല്ല ദൈവവചനം പറഞ്ഞാൽ പോരെ? അത് സാത്താന്റെ തോന്നിപ്പോന്ന് മനസ്സിലാവില്ല. ഓരോ നന്മ അറിഞ്ഞവരത്തിൽ 3 ദൈവവചനമുണ്ട്. അടുത്ത പ്രാർത്ഥനയോ, അവസാനത്തെ പ്രാർത്ഥന ഉണ്ടല്ലോ, ലോകം മുഴുവനും വേണ്ടിയുള്ള പ്രാർത്ഥനയാന്ന് ഒരു ദർശനത്തിൽ എഴുതി കാണിച്ചു. 4-ാമത്തെ ഭാഗം, സ്തുവാനമറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ 700 കോടി മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഈ ദർശനത്തിൽ എഴുതി കാണിച്ചതാണ്. അപ്പൊ ഓരോ പ്രാർത്ഥനയും ലോകാതിർത്തികൾ വരെ അനുഗ്രഹം വർഷിക്കുന്ന പ്രാർത്ഥനയായി മാറും. പ്രൈസ് ദി ലോർഡ്. നന്മ നിറഞ്ഞവരുമേ, നമസ്കാരത്തിൽ 3 ദൈവവചനം ഉള്ളതുകൊണ്ട് ആ പ്രാർത്ഥന ചെല്ലുമ്പോ പരിശുദ്ധാത്മാഭിഷേകവും പൈശാചിക പീഡകളുടെ മേൽ ജയവും കിട്ടും. 3 കൊല്ലം കൊന്തയെല്ലാം നടന്ന കാലത്ത് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ ചെല്ലുമ്പോ കൂടെയിരിക്കും. അപ്പോ കർത്താവിന്റെ ആത്മാവ്, ഞങ്ങള് മെക്സിക്കോയിൽ, വടക്കേ അമേരിക്കയുടെ അടുത്ത രാജ്യം, 3 കൊല്ലം ധ്യാനിപ്പിക്കാൻ പോയി. 1 കൊല്ലം ഒരു പള്ളിയിലിരിക്കുമ്പോ, അവിടുത്തെ മാതാവിന്റെ ബസിലിക്കയിലിരിക്കുമ്പോ അവിടെ നിന്ന് ഇറങ്ങിപ്പോരാൻ സാധിക്കാതെ 2-3 മണിക്കൂർ ദൈവസ്നേഹത്തിൽ ലയിച്ചു കഴിയുമ്പോൾ ഒരു പ്രവചനം, അച്ഛന്റെ നഷ്ടപ്പെട്ടു പോയ മരിയ ഭക്തി ഇപ്പോൾ തിരിച്ചു കിട്ടുന്നു. ഇനി ഞാൻ നിങ്ങളെ മെജുഗോറിയിൽ അയക്കും. ഈസ്റ്റേൺ യൂറോപ്പ്, യുഗോസ്ലോവിയ 4 മുറിഞ്ഞതിൽ ബോസ്നിയ എന്ന രാജ്യത്തിലെ ഒരു കുഗ്രാമമാണ് മെജുഗോറി. 1981 മുതൽ മാതാവ് 6 ചെറുപ്പക്കാർക്ക് പ്രത്യക്ഷപ്പെട്ട് സന്ദേശം നൽകി തുടങ്ങിയിരുന്നു. കമ്മ്യൂണിസ്റ്റ് ഭരണകാലമായതുകൊണ്ട് അവരെയൊക്കെ പിടിച്ച് ജയിലിലിടുകയും അവർക്ക് പിന്തുണ കൊടുത്ത അച്ഛന്മാരെ ജയിലിലിടുകയൊക്കെ ചെയ്തു. ഒരുപാട് പീഡനം ഉണ്ടായെങ്കിലും 1981 മുതൽ ഇന്നുവരെ ഓരോ ആഴ്ചയിലും കടുത്ത തണുപ്പ് കാലത്തൊഴിച്ച് 3000-4000 പേര് അവിടെ ഉണ്ടായിരിക്കും. ഞങ്ങൾ ചെല്ലുന്ന ആദ്യത്തെ കാലത്ത് താമസിക്കാൻ സ്ഥലമില്ല. ഓരോ വീട്ടിലെ ഓരോ മുറി തരും, അവര് തന്നെ ഭക്ഷണം തരും. അപ്പൊ ഒരു ദിവസം ഞാൻ താമസിക്കുന്ന മുറിയുടെ പുറത്ത് 4 മണിക്ക് വരാന്തയില് ഒരു കസേലയിലിരിക്കുമ്പോൾ ആരോ പ്രസംഗം പറയുന്ന സ്വരം കേട്ട് ഞാൻ തല വട്ടമിട്ട് പിടിച്ചിങ്ങനെ നോക്കാൻ തുടങ്ങി. എവിടുന്നാ ഈ പ്രസംഗം വരുന്നത്? ആരുമില്ല. പെട്ടെന്ന് എനിക്ക് മനസ്സിലായി, ഇത് പ്രവചന ശബ്ദമാണ്, ജപമാലയെ കുറിച്ചുള്ള പ്രവചനമാണ്. ആ പ്രവചനം എങ്ങനെയാണ്? എന്താണ് ജപമാല? പ്രേയിങ് വിത്ത് മേരി, മാതാവിന്റെ കൂടെ പ്രാർത്ഥിക്കുന്നു. മെഡിറ്റേറ്റിംഗ് ഓൺ ദ ലൈഫ് ഓഫ് ജീസസ്, യേശുവിന്റെ മുഴുവൻ ജീവിതവും ധ്യാനിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ ജീവിതത്തിന്റെ അനന്തയോഗ്യതയിൽ ജപമാല ചൊല്ലുന്നവർക്കും ആർക്കു വേണ്ടി ജപമാല ചൊല്ലുന്നു അവർക്കും പരിശുദ്ധാത്മാഭിഷേകം. അതുവഴി പാപ സ്വാധീനം നിർവീര്യമാകുന്നു, പൈശാചിക ശക്തി നിർവീര്യമാകുന്നു. അതാണ് സന്ദേശം. ഇപ്പൊ ജപമാല എന്തിനു ചെല്ലുന്നു ചോദിച്ചാൽ കാരണവന്മാര് പഠിപ്പിച്ചതുകൊണ്ട്, ഇടവപ്പള്ളിയിൽ പഠിപ്പിച്ചതുകൊണ്ട്. എന്നാൽ 96 ഈ പ്രവചനം കിട്ടിയപ്പോൾ അതൊരു വെളിപ്പെടുത്തൽ പോലെയായി എന്നെ സംബന്ധിച്ച്. ഇവിടെ വന്ന് ഡിവൈനിലൊക്കെ പറഞ്ഞു, അത് പലരും പലയിടത്ത് ഏറ്റു പറഞ്ഞു, പുസ്തകത്തിലടിച്ചു. ജപമാലയുടെ ഉദ്ദേശം യേശുവിന്റെ ജീവിതം ധ്യാനിച്ച് അമ്മയോടുകൂടെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കും ആർക്കു വേണ്ടി ജപമാല ചൊല്ലുന്നുവോ അവർക്കും പരിശുദ്ധാത്മാഭിഷേകം. ഈ പുസ്തകത്തിന്റെ ടൈറ്റില് ജപമാല ശക്തി എന്നാണ്. അത് ചുമ്മാ എഴുതിയതല്ല. എനിക്ക് ഈ സഹനത്തിന് ശേഷം ജപമാല ശക്തി അഭിഷേകം കർത്താവ് നൽകാൻ തുടങ്ങി. അതിങ്ങനെയാണ്, ഞങ്ങൾ 4-5 പേര് കൂടി ഒന്നിച്ചു പോകുമ്പോ എന്നാ നമുക്ക് ജപമാല ചെല്ലാവെന്ന് പറഞ്ഞ് ഞാൻ തുടങ്ങുകയും, ഞാൻ ഏത് ലോകത്തിലാന്ന് അറിയാൻ പാടില്ല,
ആഴത്തിലുള്ള നിദ്രയാണോ ഏത് അറിയാൻ പാടില്ല. 5ാമത്തെ രഹസ്യം ചൊല്ലിക്കഴിയുമ്പോൾ ഞാൻ കണ്ണു തുറക്കും. അമേരിക്കയിലാണോ യൂറോപ്പിലാണോ എവിടെയാണെന്നോ മറ്റേ കണ്ണു തുറക്കും. അപ്പോഴാണ് ഇവര് പറയുന്നത് കൊന്ത ചൊല്ലിത്തീർന്നെന്ന്. അന്ന് പോകുന്ന സ്ഥലത്തെ ഇടവകയിലെ പൈശാചിക ബന്ധനങ്ങൾ ആ ജപമാലയിൽ ബന്ധിക്കപ്പെടുന്നു. ചെന്നു കഴിയുമ്പോ ഗ്ലോറിയസ് മഹത്വപൂർണമായ ശുശ്രൂഷ അവിടെ നടക്കുകയാണ്. പിന്നെ ഒരുപാട് പശ്ചാത്താപവും ക്ഷമയൊക്കെ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കേണ്ടി വരില്ല. കർത്താവ് തന്നെ അത് കൈകാര്യം ചെയ്യും. ഈ അനുഭവം തുടങ്ങിയിട്ട് 3-4 കൊല്ലമായി. ആ ജപമാല ശക്തി ശുശ്രൂഷ ഒന്നിച്ചു പോകുമ്പോ ഇങ്ങനെ ഏത് ലോകത്തിലെന്നറിയാൻ പോയാതെ ആഴമുള്ള ഒരു നിദ്ര വന്ന് തൊട്ടാൽ അടിപൊളി എന്നാണ് ഞാൻ പറയാറുള്ളത്. അവിടെ ചെല്ലുമ്പോ കുശാലായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാരാ? നമ്മുടെ അമ്മ. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് കഴിഞ്ഞാൽ ഏറ്റവും വിശുദ്ധയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവപുത്രന്റെ അമ്മ. ആ അമ്മയുടെ പേര് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം സന്തോഷിക്കും. കാരണം ദൈവത്തിന്റെ മഹത്വമുള്ള യുണീക്ക് ഏകദാനമായ സൃഷ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. അതിനാൽ ഈ പുസ്തകം എനിക്കറിയാൻ പാടില്ല എത്ര പേർക്ക് കിട്ടും. നാളെ കിട്ടുകയാണെങ്കിൽ മേടിച്ചോ. ഈ പുസ്തകം നാളെ ഉച്ചക്കത്തേക്ക് കുറച്ച് കോപ്പികൾ തയ്യാറായി കഴിയുമെന്ന് പ്രസ്സിലെ ആള് പറഞ്ഞു. ഇത് 4000 അടിച്ചത് തീർന്നെന്ന് അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു പുസ്തകവും തന്നെ ഉണ്ടാകിയല്ല. പല ശുശ്രൂഷകരെ കഷ്ടപ്പെട്ട് തിരുത്താനും ഒക്കെ സഹായിക്കും. ഇതിന്റെ എല്ലാം തിരുത്തൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്പെല്ലിംഗ് മിസ്റ്റേക്കും പല പ്രാവശ്യം തിരുത്തണം. അതെല്ലാം കരുത്താൻ സഹായിച്ച കാര്യം സിസ്റ്റർ ഓർപ്പിക്കുകയാണ്. ഇതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്തത് പൈനാടത്ത് മേരി ടീച്ചർ. നമുക്ക് ഉപകാരം ചെയ്തവരെ അനുസ്മരിക്കണമല്ലോ. ഒരുപാട് ദിവസങ്ങള് തിരുത്താനും ഇത് പ്രസ്സിൽ കൊണ്ടുപോകാനും ഒക്കെ വേണ്ടി ബുദ്ധിമുട്ടി. ആ സഹോദരിക്ക് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കണം. ഇവിടെ ഉണ്ടോ മേരി ടീച്ചർ? ഒന്ന് എഴുന്നേറ്റ് നിന്നേ. ഒന്ന് കൈ ഉയർത്തി പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. 10-36 കൊല്ലമായിട്ട് വചന ശുശ്രൂഷയിലാണ് മേരി ടീച്ചർ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാ രാജ്യങ്ങളിലും പോയിട്ടുള്ള ആളുമാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഒന്ന് കൈവിട്ട് കർത്താവിനെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് നൽകുന്ന സന്ദേശം വ്യക്തമായതാണെങ്കിൽ കുറിച്ചു വെക്കണം. ചോദിക്കുവിൻ നിങ്ങൾക്ക് കിട്ടും, പരിശുദ്ധാത്മാവിനെ കിട്ടുമെന്ന സന്ദേശം 1966 നൽകി. പരിശുദ്ധാത്മാഭിഷേകം പൂർത്തിയാക്കിയത് 69 3 കൊല്ലം കഴിഞ്ഞ്, കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ്, ഫസ്റ്റ് ഇയർ ഫിലോസഫി കഴിഞ്ഞ് വയനാട്ടിൽ നൊവിഷ്യേറ്റിന് ചെന്ന അവസരത്തില്, അതൊരു സെപ്റ്റംബർ മാസമാണ്, കുർബാനയ്ക്ക് മുമ്പുള്ള അരമണിക്കൂർ ധ്യാനത്തിനായി മുട്ടുകുത്തി നിന്ന് ഒരു ധ്യാന പുസ്തകത്തിൽ നിന്ന് വായിക്കുമ്പോൾ ഒരു പ്രകാശഗോളം 2 കൈപ്പാട് അകലെ, കണ്ണടച്ച് നിൽക്കുമ്പോൾ മാത്രം കാണാൻ പറ്റും, ഒരു പൂർണ്ണചന്ദ്രന്റെ മുഴുപ്പുള്ള പ്രകാശഗോളം അതെന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരുന്നു. ആ പ്രകാശവും പ്രകാശഗോളവും എന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ എന്റെ ഉൾ മനസ്സ് സ്വർഗീയ പ്രകാശം കൊണ്ടും ദൈവ സ്നേഹം കൊണ്ടും ദൈവിക ആനന്ദം കൊണ്ടും നിറഞ്ഞ് ആ ദിവ്യ പ്രകാശം എന്റെ ഉൾ ശരീരത്തിലെല്ലാം വന്നു നിറയുന്നത് കണ്ണടച്ചിരിക്കുമ്പോൾ എനിക്ക് കാണാമായിരുന്നു. 23 വയസ്സുവരെയുള്ള ദുഃഖഭാരങ്ങൾ, മുറിവേറ്റ ഓർമ്മകൾ, ഒരുപക്ഷെ അമ്മയുടെ ഉദരത്തിൽ വെച്ചു മുതൽ ഉണ്ടായത്, കർത്താവ് സുഖപ്പെടുത്തുന്ന ഒരു അനുഭവം, ദൈവസ്നേഹം നിറയുന്ന അനുഭവം, ആന്തരിക സൗഖ്യം നിറയുന്ന അനുഭവം, ഒരു 15 മിനിറ്റ് നേരത്തേക്ക് ആകെ മൊത്തം ദൈവികമായ ആശ്വാസം. 1 മാസം കൂടെ കഴിഞ്ഞപ്പോൾ ഇതേ അനുഭവം വീണ്ടും ഒന്നുകൂടി ആവർത്തിച്ചു, ഒരു 15 മിനിറ്റ് നേരം. 1 മാസം കൂടെ കഴിഞ്ഞപ്പോൾ വീണ്ടും ഒന്നുകൂടി ആവർത്തിച്ചു, പിന്നെ ഒന്നുകൂടെ 4. ഒരിക്കൽ ഏറ്റുമാനൂർ ബസ് കാത്ത് നിൽക്കുമ്പോ ഇതാ അനുഭവം എന്റെ അടുത്തോട്ട് വരാൻ തുടങ്ങി, പ്രകാശകോണം. അപ്പൊ കണ്ണടച്ച് നിൽക്കാൻ പറ്റിയല്ലോ, ബസ് സ്റ്റോപ്പല്ലേ. ഞാൻ കുറെ അകലെ പോയി റോഡിന് പുറം തിരിഞ്ഞ് കണ്ണടച്ച് നിന്നു, ആ സമയം പൂർത്തിയാകാൻ വേണ്ടി. 15 മിനിറ്റ് നേരം ഏതാണ്ട്. അങ്ങനെ 6 മാസമായിട്ട് ഈ അഭിഷേകം എന്നിൽ ആവർത്തിച്ചു കൊണ്ടിരുന്നു. 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കുണ്ടായ അനുഭവം ഇതാണ്: ഒരു പുത്തൻ സൃഷ്ടിയായി ഞാൻ തീർന്നു. അതൊരു ഗാനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്:
വൻ പാപഭാരത്താൽ തകർന്നവൻ ഞാൻ, അപരാധ ബോധത്താൽ കുനിഞ്ഞവൻ ഞാൻ. പരനേശു സന്നിധി അണഞ്ഞൊരു നാൾ, കരതാരു നീട്ടിയൻ തനു പുണർന്നു, തൻ കരപല്ലവത്തിൽ ഞാൻ അമർന്നു നിന്നു. ഒരു പുത്തൻ സൃഷ്ടിയായി ഞാൻ ചമഞ്ഞു, ഒരു നവ്യ സന്തോഷം മനം നിറഞ്ഞു. അപ്പോൾ പരിപൂർണ സൗഖ്യവും ഞാൻ അണിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അത്യുന്നതനാമാത്മാവേ, നിത്യസഹായകനേ, അഗ്നിനാളമായി നീ ഞങ്ങളിൽ കത്തിപ്പടരണമേ. അത്യുന്നതനാമാത്മാവേ, നിത്യസഹായകനേ, അഗ്നിനാളമായി